2025 ഏപ്രിൽ മാസത്തിലെ കറണ്ട് അഫയേഴ്സുകൾ നമുക്ക് ഈ ഒരൊറ്റ വീഡിയോയിൽ കൂടി നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, 2026 ലോകകപ്പ് ഫുട്ബോളിന് യോഗ്യത നേടുന്ന ആദ്യത്തെ ഏഷ്യൻ രാജ്യം ജപ്പാൻ. അതുപോലെ കേന്ദ്ര സർക്കാരിന്റെ പുതുക്കിയ കണക്കനുസരിച്ച് കേരളത്തിലെ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ ദിവസേന വേതനം എത്ര? 369 രൂപ. ഏറ്റവും കൂടുതൽ തൊഴിലുറപ്പ് വേതനം ലഭിക്കുന്ന സംസ്ഥാനം ഏത്? അതാണ് ഹരിയാന. 400 രൂപയാണ് അവിടെ ഏറ്റവും കൂടുതൽ തൊഴിലുറപ്പ് വേതനം ലഭിക്കുന്നത്. അതുപോലെ തന്നെ ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രകാരം സൗരയൂഥത്തിൽ ഏറ്റവും അധികം ഉപഗ്രഹങ്ങളുള്ള ഗ്രഹം അത് ശനിയാണ്. ഐക്യു എയറിന്റെ 2024 വേൾഡ് എയർ ക്വാളിറ്റി റിപ്പോർട്ട് പ്രകാരം ലോകത്തെ ഏറ്റവും മികച്ച വായു ഗുണനിലവാരമുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ 1ാം സ്ഥാനത്തുള്ള രാജ്യമാണ് ബഹാമസ്. അതുപോലെ കേരളത്തിലെ ആദ്യത്തെ ബുക്ക് വെൻഡിംഗ് മെഷീൻ സ്ഥാപിച്ചത് തിരുവനന്തപുരത്താണ്. അതുപോലെ വനം വകുപ്പിന്റെ സർപ്പ എന്ന മൊബൈൽ ആപ്ലിക്കേഷന്റെ ബ്രാൻഡ് അംബാസിഡറാണ് ടൊവിനോ തോമസ്. ഇന്ത്യയിലെ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് റെയിൽവേ കടൽപ്പാലം പാമ്പൻ പാലം. അതുപോലെ തന്നെ വയോജനങ്ങളുടെ പരിരക്ഷയ്ക്കും ക്ഷേമവും ഉറപ്പാക്കാൻ വയോജന കമ്മീഷൻ രൂപീകരിക്കുന്ന ആദ്യ സംസ്ഥാനം അത് കേരളമാണ്. അതുപോലെ ലോകത്തിൽ ഏറ്റവും വലിയ തുകയ്ക്ക് ലേലം ചെയ്യപ്പെട്ട ഇന്ത്യൻ കലാസൃഷ്ടി ഗ്രാമയാത്ര. ലോകത്തിൽ ഏറ്റവും വലിയ തുകയ്ക്ക് ലേലം ചെയ്യപ്പെട്ട ഇന്ത്യൻ കലാസൃഷ്ടി ഗ്രാമയാത്ര. കേരള സർവകലാശാലയുടെ 2021-2022 വർഷങ്ങളിലെ ONV പുരസ്കാരത്തിന് അർഹരായവർ ആരൊക്കെ? 2021 MK സാനുവും അതുപോലെ 2022 M മുകുന്ദനുമാണ്. അതുപോലെ തന്നെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ 2024 അതിതീവ്ര കാലാവസ്ഥാ ദുരന്തങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെട്ട കേരളത്തിലുണ്ടായ സംഭവം. അത് നമ്മളെല്ലാം വാർത്തയിൽ നിറഞ്ഞു വെക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഓർമ്മയുണ്ടാവും. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ. അതെവിടാണ്? വയനാട്. ലോക ബാലപുസ്തക ദിനം ഏതാണ്? ഏപ്രിൽ 2 ലോക ബാലപുസ്തക ദിനം ഏപ്രിൽ 2. മലയാള സിനിമയുടെ പിതാവ് എന്നറിയപ്പെടുന്ന JC ഡാനിയലിന്റെ പ്രതിമ സ്ഥാപിതമാകുന്നത് എവിടെ? ചിത്രാഞ്ജലി സ്റ്റുഡിയോ, തിരുവനന്തപുരം. മലയാള സിനിമയുടെ പിതാവ് എന്നറിയപ്പെടുന്ന JC ഡാനിയലിന്റെ പ്രതിമ സ്ഥാപിതമാകുന്നത് ചിത്രാഞ്ജലി സ്റ്റുഡിയോ, തിരുവനന്തപുരം. മോഹൻലാൽ, സിനിമാ താരമായ മോഹൻലാൽ ഇല്ലേ, അദ്ദേഹം ബ്രാൻഡ് അംബാസിഡറായി എത്തിയ ലഹരി വിരുദ്ധ ഹ്രസ്വചിത്രം ഏത്? യോദ്ധാവാണ് കേട്ടോ. അതുപോലെ ആലപ്പുഴ മാങ്കൊമ്പിലെ നെല്ലു ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ച പുതിയ നെൽവിത്തുകൾ ഏതൊക്കെ? അത് മിക്കവാറും ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ഏതൊക്കെയാണ് നെൽവിത്തുകൾ? ആദ്യ പുണ്യ. അതുപോലെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ആസ്ഥാനം സ്ഥാപിതമാകുന്നത് മുണ്ടയ്ക്കൽ, കൊല്ലം. 2025 ഹൂറൂൺ ആഗോള സമ്പന്ന പട്ടികയിൽ 1ാം സ്ഥാനത്ത് ഇലോൺ മസ്ക് ആണ്. അതുപോലെ പൂർണ്ണമായും നിർമ്മിത ബുദ്ധി സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് പുറത്തിറക്കുന്ന ലോകത്തിലെ ആദ്യ ദിനപത്രം ഇൻഫ്ലോഗിയോ, ഇറ്റാലിയൻ പത്രമാണത്. അതുപോലെ തന്നെ കുഷ്ഠരോഗത്തെ പൂർണ്ണമായും നിർമ്മാർജ്ജനം ചെയ്ത ലോകത്തിലെ ആദ്യത്തെ രാജ്യം ഏത്? ജോർദാൻ. ഗാന്ധിജി ശ്രീനാരായണ ഗുരുദേവനെ ശിവഗിരിയിൽ സന്ദർശിച്ചതിന്റെ ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി നിലവിൽ വന്ന ശതാബ്ദി സ്മാരക മ്യൂസിയമായ വനജാക്ഷി മന്ദിരം നാടിന് സമർപ്പിച്ചത് ആര്? തുഷാർ ഗാന്ധി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗാന്ധിജിയുടെ ചെറുമകനാണ്, കൊച്ചുമകൻ. അതുപോലെ വർദ്ധിക്കുന്ന ലഹരി ഉപയോഗത്തിനെതിരായി അവബോധം സൃഷ്ടിക്കാൻ ഉന്നത വിദ്യാഭ്യാസ വകുപ്പും സംസ്ഥാന നാഷണൽ സർവീസ് സ്കീമും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ക്യാമ്പയിന്റെ പേര് ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ. അതുപോലെ ഇന്ത്യയിലെ ആദ്യ റുമാറ്റിക് ഫീവർ രഹിത ജില്ല കോട്ടയമാണ്. പ്രശസ്ത ബ്രിട്ടീഷ് പുരാവസ്തു ഗവേഷകൻ ജോൺ മാർഷലിന്റെ പ്രതിമ സ്ഥാപിച്ച സംസ്ഥാനം തമിഴ്നാട്ടിലെ ചെന്നൈയിലാണ് ഈ പ്രതിമ സ്ഥിതി ചെയ്യുന്നത്. കൂർമ്മം എന്ന കവിത സമാഹാരത്തിന്റെ രചയിതാവ് KGS. അഭിപ്രായ സ്വാതന്ത്ര്യ സൂചിക 2025 1ാം സ്ഥാനത്തുള്ള രാജ്യം നോർവേ. അഭിപ്രായ സ്വാതന്ത്ര്യ സൂചിക 2025 1ാം സ്ഥാനത്തുള്ള രാജ്യമാണ് നോർവേ. സംസ്ഥാനത്തെ ആദ്യത്തെ എക്സ്ട്രാ ഡോഗ്സ് കേബിൾ സ്റ്റേറ്റ് പാലം സ്ഥിതി ചെയ്യുന്നത് നാലുചിറ പാലം, ആലപ്പുഴയിലാണ് കേട്ടോ. സ്പേസ് എക്സിന്റെ ട്രാൻസ്പോർട്ടർ ദൗത്യത്തിന്റെ ഭാഗമായി 2025 വിക്ഷേപിച്ച കേരളത്തിൽ നിന്നുള്ള ഉപഗ്രഹം ഏത്?
നിള. സ്പേസ് എക്സിന്റെ ട്രാൻസ്പോർട്ടർ ദൗത്യത്തിന്റെ ഭാഗമായി 2025-ൽ വിക്ഷേപിച്ച കേരളത്തിൽ നിന്നുള്ള ഉപഗ്രഹം ഏത്? നിള. സ്ത്രീകളുടെ സുരക്ഷയ്ക്കായി പ്രൊജക്ട് ഹിഫാസത്ത് എന്ന പദ്ധതി ആരംഭിച്ച സംസ്ഥാനം? പഞ്ചാബ്. 2025 ആന്ധ്രാപ്രദേശ് സർക്കാരിന്റെ ഉപദേശകനായി ചുമതലയേറ്റ മുൻ ISRO ചെയർമാൻ ആര്? എസ്. സോമനാഥ്. അടുത്തിടെ വിവിധ ആകാശഗംഗകളുടെ ചിത്രം പകർത്തിയ ബഹിരാകാശ ദൂരദർശിനി ഏത്? യൂക്ലിഡ്. വടക്കേ ഇന്ത്യയിലെ ആദ്യ ന്യൂക്ലിയർ പവർ പ്രൊജക്ട് നിലവിൽ വരുന്നത് ഹരിയാന. കലാമണ്ഡലം ഫെലോഷിപ്പ് 2025-ൽ നേടിയ നർത്തകി ആര്? കലാമണ്ഡലം സരസ്വതി. UGCയുടെ കാറ്റഗറി 1 ഗ്രേഡ് ലഭിക്കുന്ന സംസ്ഥാനത്തെ ആദ്യ സർവകലാശാല ഏത്? MG യൂണിവേഴ്സിറ്റി. അത് കോട്ടയത്ത് സ്ഥിതി ചെയ്യുന്ന MG യൂണിവേഴ്സിറ്റിയാണ്. പൗരസേവനങ്ങൾക്കായി സാരഥി എന്ന AI ചാറ്റ്ബോട്ട് അവതരിപ്പിച്ച സംസ്ഥാനം? ഹരിയാന. പ്രപഞ്ച ചരിത്രത്തെക്കുറിച്ച് പഠിക്കാൻ നാസ വിക്ഷേപിച്ച ദൂരദർശിനി ഏത്? സ്ഫെറക്സ്. ഏതു മലയാള സാഹിത്യകാരന്റെ കൃതികളും അഭിമുഖങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് കേന്ദ്ര സാഹിത്യ അക്കാദമി റീഡർ പുറത്തിറക്കുന്നത്? അത് മറ്റാരുമല്ല, നമ്മുടെ MD വാസുദേവൻ നായരുടെയാണ്. ആഗോള ഭീകരവാദ സൂചിക 2025 പ്രകാരം തീവ്രവാദം ഏറ്റവും കൂടുതൽ ബാധിച്ച രാജ്യം? ബുർക്കിന ഫാസോ. നഗരസഭകളിലും കോർപ്പറേഷനുകളിലും നടപ്പിലാക്കിയിരുന്ന K-സ്മാർട്ട് സംവിധാനം ഗ്രാമ, ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്തുകളിൽ നിലവിൽ വരുന്നത് 2025 ഏപ്രിൽ 10 മുതലാണ്. അടുത്തിടെ വിരമിക്കൽ പ്രഖ്യാപിച്ച ഇന്ത്യൻ വനിതാ ഹോക്കി താരം വന്ദന കടാരിയ. കോമൺവെൽത്ത് നേഷൻസിന്റെ 7ാമത് സെക്രട്ടറി ജനറലായി തിരഞ്ഞെടുക്കപ്പെടുന്നത് ഷെർലി ബോച്ച്വേ. ഇതിന്റെ പാർട്ട് 2 ഉണ്ടാകും. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യൂ.